ഏകദേശം 8ഓളം ഭാഷയിലേക്ക് റീമേക്ക് റൈറ്റ്സ് പോയൊരു പടമാണ് ചാന്ദ് പൊട്ട്. ദിലീപേട്ടൻ അഭിനയിച്ച പടമാണ്. 8 ഭാഷയിലേക്ക് റീമേക്ക് റൈറ്റ്സ് പോയിട്ടും ഒരു നടൻ പോലും, ഇത്ര 8 ഇൻഡസ്ട്രിയിൽ ഒരു നടൻ പോലും ഈ പടം അഭിനയിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. വി ഓൾ നോ ദാറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു കഥാപാത്രം ദിലീപേട്ടൻ അല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ആ കൊല്ലം 2005 സ്റ്റേറ്റ് അവാർഡിന്റെ പ്രഖ്യാപനത്തിൽ ദിലീപ് ഒരു മിമിക്രിക്കാരനാണെന്ന് പറഞ്ഞിട്ട് അത് നെഗ്ലക്ട് ചെയ്തു. 2018 കമാര സംഭവം, ഇതുപോലെ കമാര സംഭവം കണ്ടവർക്കറിയാം. ബെസ്റ്റ് കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിങ് കാണിച്ചു വെച്ചിട്ട് പുള്ളി ഒരു പീഡന കേസിലെ പ്രതി എന്ന് പറഞ്ഞിട്ട് തട്ടി. കേസ് ഇപ്പോഴും പൊക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി കുറ്റക്കാരനാണോ അല്ലയോ ദൈവത്തിന് അറിയാം, അത് കോടതി പറയട്ടെ. 2021 ഹോം എന്ന് പറഞ്ഞ പടം, നമ്മുടെ വിജയ് ബാബു ആണ് അതിലെ പ്രൊഡ്യൂസർ. അത് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യമാണ്. ദേ നെഗ്ലക്റ്റഡ് ദിസ് മൂവി. എന്റെ ചോദ്യം, ഇപ്പം മഞ്ഞുമൽ ബോയ്സിലെ ഗാനരചയിതായിട്ട് അവാർഡ് കിട്ടിയ വേടന് എന്ത് ഡിസേർവിംഗ് ആണുള്ളത്? ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് 2 പീഡന കേസും ഒരു കഞ്ചാവ് കേസ് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി അഡിക്റ്റാണ്, മാറിക്കോളാമെന്ന്. ഞാനിട്ട ജഡ്ഡി ഇവനിട്ട ബെർമൂഡ എന്നൊരു അവസ്ഥയാണ് ഇവിടെ. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്.